കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോഗ്രാമിലേറെ സ്വർണം കവർന്നു. കടയടച്ച ശേഷം സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്വർണ്ണ വ്യാപാരി മുത്തമ്പലം സ്വദേശി ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തിയ ശേഷമാണ് കവർച്ച നടത്തിയത്. ഇതേ പാറ്റേണിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന രണ്ടാമത്തെ കുറ്റകൃത്യമാണ് ഇത്. രാത്രി കട പൂട്ടി സ്റ്റോക്കുള്ള സ്വർണവുമായി ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങുന്ന ചെറുകിട സ്വർണ്ണ വ്യാപാരികളെ കാറിടിച്ചിടുക, ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുക, ആക്രമിക്കുക, സ്വർണം കവർന്ന് കടന്നു കളയുക. ഒരേ പാറ്റേണിൽ വൻ സ്വർണ്ണക്കൊള്ളകൾ ആവർത്തിക്കുകയാണ്. ഇന്നലെ രാത്രി 11ഓടെ കോഴിക്കോട് കൊടുവള്ളിയിലായിരുന്നു ഒടുവിലത്തെ സംഭവം. കൊടുവള്ളിയിൽ സ്വർണ്ണാഭരണ നിർമ്മാണ യൂണിറ്റും ചെറുകിട സ്വർണ്ണ വ്യാപാരവും നടത്തുന്ന മുത്തമ്പലം സ്വദേശി ബൈജുവിനെയാണ് കൊള്ളസംഘം ആക്രമിച്ച് സ്വർണം കടത്തിയത്. കടയടച്ച ശേഷം സ്വർണവുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ബൈജുവിനെ കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തി, കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും സ്വർണം കവർന്നുവെന്നാണ് പരാതി. കൊടുവള്ളി ഓമശ്ശേരി റോഡിൽ ഒതയോത്ത് മുത്തമ്പലത്ത് വെച്ചായിരുന്നു സംഭവം. 2 കിലോഗ്രാമോളം സ്വർണം കയ്യിലുണ്ടായിരുന്നു എന്ന് ബൈജു പോലീസിനോട് പറഞ്ഞു. ഇന്നലെ ഒരു വെള്ള വണ്ടി വന്ന് കത്തിച്ചാണ് ബാഗ് എടുത്ത് കൊണ്ടുപോയി. എത്ര മണിക്കാണ് സംഭവം? ഒരു 10 മണിയോ ഒരു 3-4 ആൾക്കാരുണ്ടാവും. കത്തി കാണിച്ചേ. കവർച്ചക്കാരെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ബൈജു പറയുന്നു. വെള്ള സ്വിഫ്റ്റ് ഡിസയറിൽ എത്തിയ 4-അംഗ സംഘമാണ് സ്വർണം കവർന്നത്. സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളായതുകൊണ്ട് ആഭരണം പണിയാൻ ഏൽപ്പിച്ച മറ്റു പലരുടെയും സ്വർണവും പക്കലുണ്ടായിരുന്നെന്ന് ബൈജു പറഞ്ഞു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് അക്രമി സംഘം എത്തിയ വാഹനത്തിന്റെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തി. പെരിന്തൽമണ്ണ KM ജ്വല്ലറി ഉടമകളായ കിനാത്തിയിൽ യൂസഫ്, ഷാനവാസ് എന്നിവരെ കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോഗ്രാം സ്വർണവുമായി കടന്നത് ഒരാഴ്ച മുമ്പായിരുന്നു. മുളകുപൊടി സ്പ്രേ മുഖത്തടിച്ച ശേഷമായിരുന്നു അന്നത്തെ ആക്രമണം. യൂസഫും ഷാനവാസും നടത്തുന്ന സ്വർണ്ണക്കട പ്രവർത്തിച്ചു വരുന്ന കെട്ടിടം ഓടിട്ടതായതുകൊണ്ട് വൈകുന്നേരം കട പൂട്ടി സ്വർണം മുഴുവൻ ബാഗിലാക്കി സ്കൂട്ടറിലായിരുന്നു വീട്ടിലേക്ക് പോയിരുന്നത്. ഇന്ന് കൊടുവള്ളിയിൽ നടന്നതും സമാനമായ ആക്രമണവും കൊള്ളയും. വൈകുന്നേരം കടയടച്ച് ഇരുചക്രവാഹനത്തിൽ സ്വർണവുമായി വീട്ടിലേക്ക് മടങ്ങുന്ന വ്യാപാരികളെയാണ് കൊള്ളക്കാർ സ്ഥിരമായി ലക്ഷ്യം വെക്കുന്നത്. 2 മാസം മുൻപ് കുതിരാൻ കല്ലിടുക്കിലും സ്വർണ്ണ വ്യാപാരിയുടെ വാഹനം തടഞ്ഞ് കവർച്ച നടന്നിരുന്നു. അന്ന് കവർച്ചാ സംഘം വന്ന കാറിന്റെ നമ്പർ പ്ലേറ്റും വ്യാജമായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.